എല്ലാവർക്കും കേളി മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണ്, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ നമ്മുടെ ഇഷ്ടം മാത്രമെന്ന സീരിയലിൻ്റെ എപ്പിസോഡിലേക്ക് പോയാലോ. ഇന്നത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത് നമ്മുടെ ആകാശിന് കാപ്പി ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കാപ്പി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് തൻ്റെ കൈ പൊള്ളുമ്പോൾ അവൻ പെട്ടെന്ന് അമ്മയെന്ന് വിളിച്ചിങ്ങനെ കരയുന്ന സമയത്ത് ആരും കേൾക്കത്തൊന്നുമില്ല. അപ്പോൾ ആകാശ് അവിടെ കിടന്ന് ബഹളം വയ്ക്കും, കോഫി കൊണ്ടുവിടാമെന്ന് പറയും. ഈ സമയത്താണ് രചന അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്നത്. രചനയും കൂടെ കണ്ടതോടെ ആകാശിന് അങ്ങ് വിളറിയാവും. നീ ആരെ കാണാം, നീ മഹേഷിൻ്റെ അടുത്ത് പോയതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും. ഈ സമയത്ത് ആദ്യം കോഫിയും കൊണ്ട് വരും. ഇത് കണ്ട രചന ചോദിക്കുക എന്താ ഇതെന്ന് ചോദിക്കുക. അപ്പോൾ ആകാശ് പറയും, ഞാനൊരു കോഫി ഉണ്ടാക്കാൻ പറഞ്ഞു, ഇത്രയും നാളും ഞാൻ അവന് ചിലവിന് കൊടുത്തല്ലേ, പിന്നെ ഒരു കോഫി ഉണ്ടാക്കാൻ പറഞ്ഞതിൽ എന്താ ഇത്ര തെറ്റെന്ന് ചോദിക്കുക. അങ്ങനെ കോഫി കൊടുത്ത് ആകാശ് കുടിക്കും, നല്ല കോഫിയാണെന്ന് പറയും. ഈ സമയത്ത് ആദിയുടെ കൈയാണെങ്കിൽ നല്ല വേദന എടുക്കുക. അപ്പോൾ ആദി കൈ മറച്ചു പിടിച്ചിരിക്കുകയാണ്, ആരും കാണാതെ. അങ്ങനെ ആകാശ് കോഫിയും കൊണ്ട് മുകളിലേക്ക് പോയി. ഈ സമയത്ത് ആദി കൈ ഇങ്ങനെ എടുത്തിട്ട് ഊതുന്ന സമയത്ത് രചന ഇത് കാണുക. അപ്പോൾ രചന പറയും, മോനെ എന്താ പറ്റിയെന്ന് പറയും. അപ്പോൾ പറയും, എൻ്റെ കൈ ഇങ്ങനെ പൊള്ളി, കോഫി ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്ന സമയത്ത് പൊള്ളി, ഇത് ഇങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല, ഞാൻ ആഘോഷനോട് ചോദിക്കട്ടെ എന്ന് പറയും. അപ്പം ആദി പറയും, വേണ്ട അമ്മേ, വേണ്ട മമ്മേ, അത് ചോദിക്കേണ്ട ആവശ്യമില്ല, എൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ടല്ലേ എന്ന് പറയും. അതങ്ങനെ വിട്ടാൽ ശരി. അങ്ങനെ ആദിനെയും കൊണ്ട് ആകാശിൻ്റെ അടുത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വാഗ്വാദങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാവുന്നു. ഓരോന്നൊക്കെ പറയുന്നു. അപ്പോൾ അവസാനം ആദി പറയുന്നു, ഇപ്പം ഞാൻ നിങ്ങളുടെ കീഴിൽ നിൽക്കുകയാണ്, പക്ഷേ ഒരു സമയത്ത് ഞാൻ ഇതെല്ലാം പലിശയും കടവുമായിട്ടെല്ലാം തിരിച്ചു തരുമെന്ന് പറയണം. അങ്ങനെ ആദ്യം പോവുകയാണ്. അപ്പോൾ രചന പറയും, കണ്ടോ അവൻ്റെ മനസ്സിൽ അവൻ നെഞ്ചു പൊട്ടിയാണ് പോയതെന്ന് പറയും. അങ്ങനെ രചനയെ അപ്പുറത്തേക്ക് പോകും. അപ്പോൾ ആകാശ് മനസ്സിൽ വിചാരിക്കും, ഇതിങ്ങനെ വിട്ടാൽ ശരിയാകില്ല, ഇവൻ ചെറുപ്പത്തിലേ നുള്ളിക്കളയണം, കാരണം അവൻ പറഞ്ഞത് എൻ്റെ മനസ്സിലുണ്ട്, കാരണം അവൻ ഇതിനെല്ലാം പകരം വീട്ടുമെന്നാണ് അവൻ ഉദ്ദേശിച്ചത്. ഇവനെ വല്ല സ്കൂളിലല്ല വിടേണ്ടത്, വല്ല ജുവനൈൽ ഹോമിലേക്കുമാണ് വിടേണ്ടതെന്ന് പറഞ്ഞ് ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം പിന്നീട് നമ്മുടെ എന്താ പറയുക, മഹേഷിനെയും ഇഷിതയെയും എല്ലാവരെയും കാണിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഭക്ഷണം കഴിക്കുകയാണ്. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് രാമൻ പറയും, ഇതെന്താ എല്ലാവരും ഒരുമിച്ചിരുന്ന് കഴിക്കേണ്ട സമയത്ത് മഞ്ജിമ എവിടെയെന്ന് ചോദിക്കുക. അപ്പോൾ സ്വപ്നവല്ലേറി മഞ്ജിമ അടുക്കളയിൽ നിന്ന് കഴിക്കുന്നുണ്ട്. അപ്പോൾ രാമൻ പറയാം, ഇത് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് പറയാം. അങ്ങനെ അവർ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ചിപ്പിമോള് സ്വപ്നവല്ലിയോട് പറയും, പിന്നെ ഇത് നമ്മുടെ അമ്മയും ഡാഡിയും കൂടെ ടൂറ് പോവാണെന്ന് പറയും. അപ്പോൾ സ്വപ്നവല്ലി ചോദിക്കും, ആരുടെ, നീ പോകുന്നില്ലെന്ന് ചോദിക്കില്ല, ഞാൻ പോകുന്നില്ലെന്ന് പറയും. അപ്പോൾ പറയും, അപ്പോൾ സ്വപ്നവല്ലിക്ക് അത് ഇഷ്ടപ്പെടത്തില്ല. അപ്പോൾ സ്വപ്നവല്ലി പറയും, ചിപ്പിമോളെ കൂട്ടാതെയാണോ നിങ്ങൾ ടൂറ് പോകുന്നത്, അതെന്താ അങ്ങനെ എന്നൊക്കെ ചോദിക്കും. അങ്ങനെ സ്വപ്നവല്ലിക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പറയും. അപ്പോൾ ചിപ്പിമോൾ പറയും, അങ്ങനെയല്ല, ഞാനാണ് അവരോട് പോകാൻ പറഞ്ഞത് എന്ന് പറയും. അപ്പോൾ അതുകൊണ്ടാണെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം. അപ്പം ഇഷിത പറയും, എനിക്ക് സമയം ഉണ്ടായിട്ടൊന്നുമില്ല, ഞാനതിൽ കൺക്ലൂഷൻ എത്തിയിട്ടുമില്ല, നോക്കട്ടെ എന്നുള്ള രീതിയിൽ അങ്ങ് പറയുകയാണ്. പിന്നെ വല്ലിയുടെ വായ അങ്ങ് അടഞ്ഞിരിക്കുകയാണ്. പിന്നീട് നാളത്തെ എപ്പിസോഡ് എന്ന് പറയുന്നത്, ഇത് മഞ്ജുമയുടെ അടുത്ത് വന്നിട്ട് നമ്മുടെ സ്വപ്നവല്ലി പറയും, മഞ്ജുമ എങ്ങനെയാലും ഇത് മുടക്കാൻ വേണ്ടി നോക്കിയാണ്, കാരണം ഒന്നിച്ചു വിട്ടാൽ അത് പ്രശ്നമാകുന്നു മഞ്ജുമയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഇനി ഇവിടെയാണേലും എവിടെയാണേലും അവർക്ക് അവരുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടത് തന്നെ ചെയ്യുമെന്ന് സ്വപ്നവല്ലി അങ്ങ് പറയുകയാണ്. പിന്നീടാണെങ്കിൽ നമ്മുടെ ഇഷിതയും ചിപ്പിയും പിന്നെ 101 പോവുകയാണ്. അവിടെ ചെന്നിട്ട് അവസാനം പറയുന്ന ചിപ്പിയെ കെട്ടിപ്പിടിച്ച് പ്രിയാമണി കരയുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ട് സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ പ്രിയാമണിക്കും സന്തോഷമാകുന്നു ഇവർ ടൂറിന് പോകാമെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിലുള്ളത്. അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ, താങ്ക് യു.